അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. നമ്മൾ UAE എന്തെടുക്കാൻ പോകുന്നു? ഗാഡി എടുക്കാൻ പോകുന്നു ഗൈസ്. ഏത് വണ്ടിയാണെന്നൊക്കെ നമ്മള് ഗൈസ് നമ്മള് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്നൊക്കെ സർപ്രൈസ്. വണ്ടി മനസ്സിലായോ? എന്റെ ഫ്രണ്ടിലുണ്ട്, വണ്ടി കാണിക്കണ്ട. പക്ഷേ ഇതിന്റെ വേറെ നമ്മൾ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ഹെവി കാർ എടുക്കണം. ഇതോട്ട് ഇനി നമ്മളെ കാർ കളർ മാത്രം തന്നെ മാറും. ലൈസൻസ് എടുക്കാൻ പോവാം അബുദാബി ലൈസൻസ് വേണ്ടേ? അതൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം. അപ്പൊ നമ്മളെ കാറാവുമ്പോ നമുക്ക് എന്ത് വേണം ചെയ്യും. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഉറപ്പിച്ചു. ഡ്രൈവിംഗ് ആക്സിഡന്റ് ഫ്യൂച്ചർ പ്രസന്റ്. 2 വീക്സിൽ കാർ ഇവിടെ എത്തും. ഓടിക്കാൻ ആള് കാണത്തില്ല, പക്ഷെ നമ്മൾ വരും വീണ്ടും ഇങ്ങോട്ട്. ഇല്ലേ, വരത്തില്ലേ? വരുമായിരിക്കല്ലേ ഗൈസ്. നമ്മള് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകും. ലൈസൻസ് ഇല്ല. അടുത്ത മാസം വരുമ്പോ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് തരണം. എന്തായാലും എടുത്തിട്ടുണ്ടോ? ഇതെപ്പോ എടുക്കാം? റേഞ്ച് റോവർ കംഫർട്ടബിൾ ആണോ ഗൈസ്? അതെ അതെ, വളരെ ഇതൊക്കെ കാണുമ്പോ സ്വന്തമായിട്ട് സ്വന്തം പൈസക്ക് ഒരു കാർ എടുക്കാൻ എടുക്കും. നമ്മള് സിമ്പിളായിട്ട് എടുക്കാം. വലുതാവട്ടെ, കുറച്ച് വലുതാവട്ടെ. ഇനി ഏജ് മാത്രമേ കൂടെ അടുത്താവത്തില്ല. ഇല്ല, അപ്പൊ കുറച്ചുകൂടെ പൊക്ക വെച്ചാൽ നിന്നെ കാണൂലേ ഇനി. ഗൈസ് വണ്ടി കൊള്ളാം. 1.6 ടർബോ എഞ്ചിനാണ്. 10 ലക്ഷം കിലോമീറ്റർ വാറന്റി ഒക്കെ തരുമെന്ന് പറയുന്നത്. അതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ടൊയോട്ടയുടെ വണ്ടിക്ക് പോലും അതറ കൊടുക്കാറില്ല. ടയർ സൈസ് ആണ് 20 ഇഞ്ച്. സെറ്റ് ഗൈസ്, ഫുൾ സെറ്റ്. അപ്പൊ കാർ എടുക്കറോ? പിന്നെ അല്ലാതെ തൂക്കറോ? ഗൈസ് ഇപ്പൊ ഞങ്ങൾ പഠിക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത ഭാഗം എല്ലാരും ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ജോബിനൊക്കെ ആവുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ്. അതിന് ലക്സംബർഗ് പോകണം എന്തോ പറഞ്ഞു പോകുന്നില്ല. ഞങ്ങൾ നമ്മള് വെക്കേഷന് പോവാം. BMW കയറിയാലേ? BMW M Sports 5. ഇന്നലെ ഈ കാറിലാണ് പോയത്. വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ താങ്ക്സ് ഫോർ ദ റൈഡ്. സേ ഹായ് ഗൈസ്. UAE വന്നിട്ട് ഫുൾ വെയിലത്തായതുകൊണ്ട് ഫുൾ ടാൻ എല്ലാം അടിച്ചു. ഇപ്പൊ ഒരുമാതിരി ഇരിക്കുന്നു. മലേഷ്യയിൽ നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടി, അതുകൊണ്ട് നമ്മൾ ഒന്ന് വണ്ണം കുറഞ്ഞ വീട്ടിൽ പോയി വണ്ണം വെക്കാൻ പറ്റും. പക്ഷെ കറുത്ത ശരിയാകത്തില്ല. ഇച്ചിരി പാടാണ്. ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ആയിട്ട് പോകും. സെറ്റാക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഗോൾഡൻ യൂണിക് ലേഡീസ് സലൂണിലാണുള്ളത്. അഭിനുണ്ടല്ലോ, അഭിന് വിചാരിച്ചോ നമുക്ക് ഞാനും വിചാരിച്ചാ പെഡിക്യൂർ മാനിക്യൂർ ചോദിച്ചോ. റിക്വസ്റ്റ് എന്തായാലും ലേഡീസ് മസാജ് അല്ലേ, ഞാൻ ബോഡി മസാജ് ചെയ്യാം. അപ്പൊ നോക്കുമ്പോ ഒരു അപ്പാപ്പ വരാം. അപ്പൊ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ അശ്വീസ് ഇപ്പൊ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യാൻ പോണ. എത്ര മാസം ഇതൊക്കെ ചെയ്ത് പറയുന്നത്. എപ്പോഴും ചെയ്യേണ്ട സാധനങ്ങളാണ്. നോക്ക്, കൈയൊക്കെ മുരടിച്ചിരിക്കും. ഇത്ര ദിവസം നടുവ് നല്ല വേദനയായിരുന്നു. ഇപ്പൊ നല്ല മസാജും കൂടെ കിട്ടിയ സുഖമായി. സുഖമുണ്ടോ? സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. പേഷ്യന്റെ കാലിൽ അഴുക്ക് നോക്ക്. ഇത്ര വർഷം എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഇന്ന് അത് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇത്ര അഴുക്ക് എന്റെ കാലിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എത്ര മാസമായെന്നറിയാം പിന്നെ നെറ്റ് പോളിഷ് ഇട്ടിട്ട്. നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. ഇവരെല്ലാം പ്ലാൻ ഇട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. ജോർജിയിൽ കൊണ്ടുവരാം. ജോർജിയിൽ നീ കൊണ്ടുവരണ്ട. ജോർജിയ ചെയ്യാനുള്ള അയച്ചാൽ മതി. ആശുപത്രി കൂടി പോയി ചെയ്തിട്ട് വരാം.
മാസങ്ങൾക്ക് ശേഷം കളിക്കുന്നുണ്ട്. കുറച്ച് വണ്ണം വെച്ചല്ലേ ചിലപ്പോ പറ്റിയില്ലെങ്കിലോ. ഇവിടെ സൂപ്പർ ഡാൻസിനൊക്കെ വന്ന സെറ്റ് ആവും. പിണങ്ങി പോവാൻ പോണ് ഇപ്പൊ തന്നെ സൂപ്പർ ആയിട്ടിരിക്കുന്നു. പക്ഷേ വണ്ണം വെച്ചപ്പോ അല്ലേ. ആ റെഡി സ്റ്റാർട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ടൈമായി നമുക്ക് അടുത്തത് പോകേണ്ട ദിവസം അടുക്കുന്നു. വീണ്ടും വരാം ചേച്ചി. ആദ്യ തായ്ലൻഡിലെ പാർക്കകത്ത് നമ്മുടെ കുടുംബ വീട്ടിൽ വന്നിരിക്കണം. വലിയ കുടുംബ വീട്ടിൽ ഞങ്ങൾ രണ്ടും ലുക്ക് നോക്കും. അതിപ്പോ എന്തിനാ ആൾക്കാരെ വിളിച്ച് കാണിച്ചു കൊടുത്തു? ഞങ്ങൾ എന്തിനാ ഇത് പിടിച്ചിട്ടിരിക്കുന്നത്? ഞങ്ങൾ ലുക്കുള്ള ആൾക്കാരാണ്. എഡിറ്റിംഗ് നടക്കുന്നു കല്യാണ കമ്പനിയുടെ. ഇതല്ല ഒരു സാധനം എടുക്കാൻ പറയും. നീ അത് എടുക്കണം. പാസ്പോർട്ടാ? ഇല്ല, ഒപ്പിടണം. അതിന് ഞാൻ ഒപ്പിടാൻ നിന്റെ റോയൽ സിഗ്നേച്ചർ അല്ലേ? അതെനിക്കറിയാം. ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഈ റൂമിൽ വന്ന് ഞങ്ങളെ പേര് പറഞ്ഞാൽ മതി. അപ്പത്തേക്ക് അവര് പറയും ഞങ്ങൾ പോയത്. നമുക്ക് പറയാം എനിക്ക് ഓർമ്മ ഉണ്ട് ഈ ബീച്ചിൽ വന്നത്. ഇപ്പൊ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ പോയാൽ ഞങ്ങൾക്ക് ചെറിയ വെയിലിൽ ബീച്ചിൽ പോവാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇടി ആരും ഇടണ്ടാന്ന് പറഞ്ഞു. അതന്നെ ഞാൻ നോക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കോളേജിലെ ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലത്തെ എന്തെങ്കിലും മോഡൽ കണ്ട ഇവള് ഇതിന്ന് കോപ്പി അടിച്ചാണ്. എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഇൻസ്പയർ. എന്റെ ഇത് ഇപ്പൊ ഡിസൈൻ പഠിക്കുന്ന ഒത്തിരി പേർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നോക്കി അവർക്ക് ഇൻസ്പയർ ആവട്ടെ. അവര് നിങ്ങൾ ആദ്യം എത്തിയല്ലേ അച്ഛാ? അഭിനോട്ട് പോയി പോസ്റ്റ് ആയില്ലേ? ശക്തി അപ്പൊ നാളത്തെ ഫോട്ടോക്കല്ലേ? ഇത് വേറൊന്നുമല്ല, ഷാമ്പെയിൻ നോൺ ആൽക്കഹോളിക്. കേട്ടല്ലോ? ഒന്നും തെറ്റിദ്ധരിക്കരുത്. കേട്ടല്ലോ? അടുത്ത ദിവസമായി നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഒരു പരുന്തല്ലേ ആ പോയത്. നന്ദി. ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന് ശക്തി കൂടും. വല്ല ബ്രെഡും അന്നത്തെ പോലെ കടാപ്പം വെയിലില്ല. പക്ഷെ നമ്മള് നല്ല രസമുണ്ട്. കടല് കുളിക്കാൻ ലൈഫ് ഗാർഡാ. അച്ഛാ ഇത് ബോഡി ഗാർഡാവാ. ഇവിടുത്തെ ബീച്ചിലെ പ്രത്യേകം അറിയാം, ഒരു തുള്ളി വേസ്റ്റ് ഇല്ല. ഇത് പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് കടലിൽ കിടക്കുന്നു. രണ്ടുപേരും അവിടെ നിന്ന് ഓടി വന്നിട്ട് കടലിൽ അടുത്ത് നിൽക്കും. കൊള്ളല്ലേ? നമ്മളവിടെ കടലിൽ കുഞ്ഞിന് പോയിട്ടുണ്ട്. കഴിച്ചിട്ട് വന്നോണ്ട് നല്ല രീതിയിൽ വാള് വരുന്ന ഉപ്പ് അകത്തിറങ്ങുമ്പോ ഇപ്പിടിയായിട്ട് ബാക്ക് മുറിഞ്ഞത്. ഇന്നലെ പറഞ്ഞാണ് 4 മണിക്ക് വരണം വന്നു. ഞാൻ പറയുന്ന ആരും കേൾക്കാറില്ല. നടന്നില്ല. നാട്ടില് പോയിട്ടാണ് ഇതെല്ലാം മാറ്റാൻ.
ഹലോ പോലീസ് സ്റ്റേഷൻ. പോലീസ് വാ. അഭിന്റെ മൂക്കെന്ന് പറഞ്ഞു. അബിൻ പോലീസ് വരുന്നുണ്ടോ? എന്താണെന്ന് അറിയത്തില്ല, കടലിൽ കുളിക്കാൻ പോണതിന് ഒരു ഭയങ്കര ഇതായിരുന്നു. കടലിൽ കുളിച്ചു തുടങ്ങിയ ശേഷം വയ്യ.